രേവതിയാണെങ്കില് രാവിലെ തന്നെ വെളുപ്പിനെ പോയി മുല്ലപ്പൂവൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ. ശേഷമാണ് അവക്ക് കഠിനമായ വയറുവേദന എടുക്കുന്നത്. നോക്കുമ്പം അവക്ക് പീരിയഡ്സ് ആയിരിക്കും കേട്ടോ. സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിട്ടാ എനിക്ക് തീരെ സുഖമില്ല, ഇന്ന് മാല ഇട്ടാനൊന്നും പറ്റില്ല, എനിക്ക് കുറേ ഓർഡർ ഉണ്ട്, ഇതൊക്കെ ഒന്ന് അമ്മയെ ഏൽപ്പിക്കുമോ എന്ന് ചോദിക്കാണ്. നീ ഒന്നും ചെയ്യണ്ട, എങ്ങോട്ട് പോവാൻ വേണ്ട, നീ ഇന്ന് റെസ്റ്റ് എടുത്തോ, നിനക്കുള്ള ഫുഡും ബാക്കിയെല്ലാം ഞാൻ ഇവിടെ എത്തിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അല്ല സച്ചിയേട്ടാ, ഞാൻ കിടന്നാൽ എന്താ ചെയ്യാ? രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണം, ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം ഉണ്ടാക്കണ്ടേ എന്ന് ചോദിക്കാണ്. അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും കയ്യും കാലും ആരോഗ്യം ഒക്കെയുണ്ട്, അതെല്ലാം അവർ തന്നെ നോയിക്കോളും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് സച്ചി ആ പൂക്കളുമൊക്കെ ആയിട്ട് രേവതിയുടെ അമ്മയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. രേവതിക്ക് ഇതുപോലെ സുഖമില്ലാന്നും അവളെ കിടക്കാണെന്നും ഇന്നതുകൊണ്ട് ഓർഡറെല്ലാം അമ്മ കൊടുക്കണമെന്നും പറയുന്നുണ്ട്. അത് സാരമില്ല മോനെ, ഞാൻ ചെയ്തോളാമെന്നും അമ്മ പറയാണ്. അങ്ങനെ രേവതിയാണെങ്കിലോ ഒട്ടും വയ്യാതെ കിടക്കാണ്. ഈ സമയത്ത് മെഡിക്കൽ ഷോപ്പിൽ കയറി ഗുളികയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് സച്ചി ചെല്ലുന്നത്. സച്ചി ചെന്നപാടെ അവൾ ഒട്ടും വയ്യാതെ കിടക്കായിരിക്കും കേട്ടോ. അടുക്കളയിൽ കയറിയിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് ഗുളികയൊക്കെ ആയിട്ട് സച്ചി ചെല്ലുന്നുണ്ട്. ഈ സമയത്തായിരിക്കും ചന്ദ്രയുടെ അലറി വിളിക്കുന്നത് അവിടെ കേൾക്കുന്നത്. സച്ചി പറയുന്നുണ്ട്, അമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രേവതി, നീ ഇവിടെ കിടന്നോ, നീ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വന്നാലേ ഞാനായിരിക്കും നിനക്കിട്ട് തല്ലാൻ പോണത്, മര്യാദയ്ക്ക് അവിടെ തന്നെ കിടന്നോ എന്ന് പറയുന്നതാണ്. അങ്ങനെ ചന്ദ്ര അടുക്കളയിൽ കിടന്ന് ബഹളം വെക്കാണ്. അങ്ങോട്ടേക്ക് സച്ചി വരുന്നുണ്ട്. എന്താ അമ്മേ, എന്താ കാര്യം എന്ന് ചോദിക്കാണ്. അല്ലടാ, നിന്റെ പെണ്ണുമ്പിള എവിടെ? അവൾ ഇതുവരെ അടുക്കളയിൽ കയറിയിട്ടില്ല. രാവിലെ ശ്രുതിമോക്കും വർഷമോക്കും ഒക്കെ ഓഫീസിൽ പോകേണ്ടതല്ലേ, അവർക്ക് ജോലിയുള്ളതല്ലേ, അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണം, ഉച്ചക്കത്തിനുള്ളത് വേണം, ഒന്നും അവൾ റെഡിയാക്കിയിട്ടില്ല. ദാ നോക്കി കിടന്നപടി കിടക്കാണ്, എല്ലാം ചായ പോലും ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവള് രാവിലെ 4 മണിക്ക് പൂ മേടിക്കാൻ പോകുന്നത് ഞാൻ കണ്ടതാണ് എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. സച്ചി പറയാണ്, അമ്മേ വെളുപ്പിനെ അവൾ പൂ മേടിക്കാൻ പോകുന്നുള്ള സത്യം തന്നെയാണ്. ശേഷം വന്നുകഴിഞ്ഞപ്പോ അവക്ക് സുഖമില്ലാതായി, അവക്ക് നല്ല വയറുവേദനയാ, അതുകൊണ്ട് തന്നെ ഇന്ന് അവള് ഓർഡർ പോലും എടുത്തിട്ടില്ല, എല്ലാം അവളുടെ അമ്മേനെ ഏൽപ്പിച്ചു. ഞാനിപ്പോ അവക്ക് ചൂടുവെള്ളം ഗുളിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്താണ് എന്ന് പറയുന്നുണ്ട്. ചന്ദ്ര ചോദിക്കാണ്, അതിനു വേണ്ടി മാത്രം അവക്ക് എന്താടാ സോക്കേട് എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ, അവക്ക് മാസം മാസം വരാനുള്ള തന്നെയാ, അമ്മയ്ക്ക് അതിന്റെ വേദനയൊക്കെ മനസ്സിലാവുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഓ പിന്നെ ഞങ്ങൾക്ക് ആർക്കും ഇവിടെ വേദന എടുക്കാതിരിക്കുകയാണല്ലോ, അവള് മാത്രമാണല്ലോ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പെണ്ണ്, മര്യാദയ്ക്ക് അവളോട് ഇങ്ങോട്ട് വരാൻ പറയണമെന്ന് പറയുന്നുണ്ട്. ദേ അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അമ്മയുടെ കൈക്കും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ, അമ്മയുടെ ബാക്കി 2 മരുമക്കൾക്കും ഒരു കുഴപ്പമില്ല, മര്യാദയ്ക്ക് വേണമെങ്കിലേ വെല്ലം വെച്ച് വിളമ്പി കഴിക്കാൻ നോക്ക്, രേവതിക്കുള്ളത് ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തോളാം, അവളിവിടുത്തെ വേലക്കാരിയൊന്നും ആരുടെയും അത് മനസ്സിലാക്കിക്കോ എന്നും പറഞ്ഞ് സച്ചി അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് വർഷ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായോ എന്ന് ചോദിക്കുമ്പോഴേക്കും എൻ്റെ മോളെ ഒന്നും ആയിട്ടില്ല, രേവതിയോടെ കള്ളവയറുവേദന അഭിനയിച്ച് കിടക്കുക. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ, എല്ലാ ദിവസവും ചേച്ചിയല്ലേ ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്യുന്നത്, ഈ സമയത്ത് ചായയും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ചേച്ചിയിലെ റെഡിയാക്കുന്നത്, പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിച്ച് ചന്ദ്രനെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ വർഷ നേരെ രേവതിയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. എന്താ ചേച്ചി, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം, എനിക്ക് പീരിയഡ്സ് ആയതാണ്, എനിക്ക് തീരെ വയ്യ, നല്ല ക്ഷീണമുണ്ട്, നടുവേദന എടുത്തിട്ട് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചി കിടന്നോ, ചേച്ചി ഇന്ന് അനങ്ങണ്ട, പിന്നെ ഹോട്ട് ബാഗ് ഞാൻ കൊണ്ടുതരാം, അതും വെച്ച് ഗുളിക കഴിച്ചല്ലോ, അതും കഴിച്ച് അങ്ങനെ കിടന്നാൽ മതി, വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതെല്ലാം മാറിക്കോളും, അതിനുശേഷം മാത്രം ചേച്ചി എഴുന്നേറ്റാൽ മതി, അമ്മ അവിടെ കിടന്ന് അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, ഒന്നും സാരയില്ല, ചേച്ചി ഈ വീട്ടിലെ ജോലിക്കാരൊന്നുമല്ലല്ലോ, വേണ്ടവര് വേണ്ടത് ഉണ്ടാക്കി കഴിച്ചോളും, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ലാത്തവര് വേണമെങ്കിൽ കടയിൽ പോയി വാങ്ങിച്ചു കഴിച്ചോളും, ചേച്ചിയിലൊന്നും ഇടപെടണമെന്ന് പറഞ്ഞിട്ട് വർഷ താഴേക്ക് പോകുന്നുണ്ട്. സച്ചി പറയാണ്, എന്തായാലും ഇവക്ക് കുറച്ച് വിവരം ബോധമൊക്കെ ഉണ്ട്, ബാക്കി രണ്ടിനും അതില്ല, എന്റെ അമ്മയ്ക്കും പിന്നെ പൗഡർ ഇടത്തേക്കും എന്ന് സച്ചി പറയുന്നുണ്ട്. അടുക്കളയിലേക്ക് പോയിട്ട് വർഷ ചായ ഇടുന്നുണ്ട് കേട്ടോ. വർഷയ്ക്കും ശ്രീകാന്തിനും സച്ചിക്കും രേവതിക്കും മാത്രമുള്ള ചായ ഇടാണ് വർഷ. പെട്ടെന്ന് ചന്ദ്ര ഓടിയെന്ന് ചായ എടുക്കാൻ പോകുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അയ്യോ അമ്മേ, ഞാൻ 4 ഗ്ലാസ് ചായ ഇട്ടുള്ളൂ. അല്ല, നീ ആർക്കേ 4 ഗ്ലാസ് ചായ ഇട്ടത്? അത് എനിക്ക് ശ്രീകാന്തിനും പിന്നെ ചേച്ചി വയ്യാതെ കിടക്കല്ലേ, ചേച്ചിക്ക് സച്ചിയേട്ടനും ഇവർക്ക് മാത്രമേ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ചായം കൊണ്ട് അവളെ മുകളിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട്. ശ്രുതി വന്നിട്ട് അവൾക്കും അവളുടെ ഹസ്ബൻഡിനും മാത്രമുള്ള ചായ ഇട്ടുകൊണ്ട് കയറി പോവാണ്. അപ്പോഴേക്കും രവി അവിടുന്ന് പറയുന്നുണ്ട്, ചന്ദ്രേ, ഇതെല്ലാം നിനക്ക് ദൈവം കാട്ടിത്തരുന്നതാ, ഇന്നേ വരെ നമ്മുടെ രേവതി മോള് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി,
ഈ വീട്ടിലെ എല്ലാവർക്കും എന്താ വേണ്ടതെന്ന് ചോദിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എല്ലാം ഉണ്ടാക്കി പറക്കി കൊടുക്കാറല്ലേ അവളുടെ പതിവ്. എല്ലാ ജോലികളും ചെയ്ത് എല്ലാവരും ഡ്രസ്സും വാഷ് ചെയ്ത് ഈ വീട് മുഴുവൻ അടിച്ചു പിറക്കി വൃത്തിയാക്കി വരണമെങ്കിൽ എന്തുമാത്രം പാടുണ്ടെന്ന് എനിക്കറിയാം. അത് നിനക്കും അറിയാമായിരിക്കുമല്ലോ. സച്ചി പെണ്ണ് കിട്ടുന്നത് വരെ ആ ജോലി നീ തന്നെ ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ട് നിനക്കെല്ലാം അറിയാമല്ലോ. അവൾ വന്നതിന് ശേഷമാണല്ലോ നീ ഇപ്പൊ റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയത് എന്ന് രവി പറയുന്നുണ്ട്. എങ്കിലേ ഓരോരുത്തരും അവരുടെ ഭർത്താക്കന്മാർക്കും അവർക്ക് വേണ്ടപ്പെട്ടവർക്കും മാത്രമേ ചായ ഉണ്ടാക്കി, നീ പോയിട്ട് വേണമെങ്കിലേ നമുക്ക് ഉണ്ടാക്ക, അല്ലെങ്കിൽ നമുക്ക് കുടിക്കാതെ ഇവിടെ ഇരിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര പോയിട്ട് രവിക്കും ചന്ദ്രയ്ക്കുള്ള ചായ ഇടുന്നുണ്ട്. ശേഷം ശ്രുതി എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മേ, എങ്കിലും രേവതി വലത്ത് പണിയാ കാണിച്ചത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകേണ്ടതല്ലേ, ഉച്ചയ്ക്ക് ലഞ്ചും കൊണ്ടുപോകേണ്ടതാ, ഒന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രവി വന്നിട്ട് പറയുന്നുണ്ട്, മോളെ ശ്രുതി, നിന്നെപ്പോലെ തന്നെ ഇങ്ങോട്ടേക്ക് വിവാഹം കഴിച്ചിരുന്ന കുട്ടിയാണ് രേവതി. എനിക്കതില് യാതൊരു വ്യത്യാസവും ഇല്ല. 3 മരുമക്കളും എനിക്ക് ഒരുപോലെ ഉള്ളൂ. പിന്നെ രേവതിക്ക് നിങ്ങളെക്കാളിലൊക്കെ കുറച്ച് പണം കുറവാണ്, അത് ശരിയാ. അതും പറഞ്ഞുകൊണ്ട് അവളെ അങ്ങ് വേലക്കാരിയാക്കി കളയുന്നൊന്നും ആരും കരുതണ്ട. നിനക്ക് വേണമെങ്കിൽ, നിന്റെ ഭർത്താവിന് വേണമെങ്കിൽ നീ വേണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഇവിടെ ആർക്കും ഒരു നിർബന്ധവും ഇല്ല. സുഖമില്ലാതെ രേവതിയുടെ കിടക്കാണെങ്കിലേ അവൾക്ക് ഓക്കെ ആവുന്നവരെ അവൾ അവിടെ തന്നെ കിടക്കും. ആരും പോയി ശല്യം ചെയ്യാനോ അവളെ വഴക്കുണ്ടാക്കാനോ ഒന്നിനും നിൽക്കണ്ട. പറഞ്ഞ് മനസ്സിലായല്ലോ. അതുകൊണ്ട് ആവശ്യക്കാർ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചോണം എന്ന് പറഞ്ഞിട്ട് രവി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ചന്ദ്ര പറയാണ്, മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എങ്കിലേ അമ്മ പെട്ടെന്ന് ഉണ്ടാക്കാവോ, ഞാനൊന്ന് റെഡിയാവട്ടെ എന്ന് പറയുമ്പം, അയ്യോ മോളെ, എനിക്ക് ഒട്ടും വയ്യ. അത് മാത്രമല്ല ടച്ചൊക്കെ വിട്ടുപോയി, ഇപ്പൊ രേവതിയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കിവിടെ ഒന്നും ഉണ്ടാക്കാൻ വയ്യെന്ന് പറയുന്നുണ്ട്. എന്നാ ഞാനും സുധിയേട്ടനും പുറത്തുനിന്ന് കഴിച്ചോളാം. അല്ല മോളെ, അപ്പൊ അമ്മയ്ക്കും അച്ഛനോ? അത് പിന്നെ അമ്മയും അച്ഛനും വാങ്ങിക്ക് എന്നും പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവാണ്. ഇവളുമാരെയൊക്കെ ഒരു ജാട, അമ്മയ്ക്കും അച്ഛനോട് വാങ്ങിച്ചെന്നാ എന്തെങ്കിലും കുറഞ്ഞു പോവോ എന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ നിൽക്കാണ്. വർഷയാണെങ്കിലോ അവർക്ക് ചായയും കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ട് രേവതിയോട് ഞാനെങ്കിൽ ഓഫീസിലേക്ക് പോവാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ താഴേക്ക് വരുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കാണ്, അല്ല മോളെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. അമ്മേ, അതൊന്നും സാരയില്ല, ശ്രീകാന്തിന്റെ ഹോട്ടലുണ്ടല്ലോ, അവിടെ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളാം. ശ്രീകാന്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഒക്കെ അവിടെ തന്നെ കഴിച്ചോളും എന്നും പറഞ്ഞിട്ട് അവൾ പോകാനിരിക്കുമ്പോൾ, അല്ല മോളെ, അമ്മയ്ക്കും അച്ഛനും നിങ്ങൾക്കുള്ളത് ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞിട്ടുണ്ട്, ശ്രീകാന്ത് നിങ്ങൾക്കുള്ള ഫുഡ് കൊണ്ടുവന്നോളും എന്ന് പറയാണ്. മോക്കെങ്കിലും തോന്നിയല്ലോ എന്ന് പറയുന്നുണ്ട്. ശരി അമ്മേ എന്ന് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. രവി പറയാണ്, കണ്ടല്ലോ, 2 മരുമക്കളുള്ളതിൽ 2 പേരെ മാറ്റി ശ്രദ്ധിച്ചല്ലോ. ശ്രുതിയാണല്ലോ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അവൾക്ക് നിന്നോട് കുറച്ചെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടോ? എന്നാൽ ആ 2ാമത്തെ കൊച്ചു വർഷയാണെങ്കിലോ ഇന്ന് വയ്യാതെ കിടക്കാണെന്ന് പറഞ്ഞ് രേവതിക്കും സച്ചിക്കും ചായ കൊണ്ട് കൊടുത്തു. നമുക്ക് തന്നില്ലായിരിക്കും, അത് പോട്ടെ. അതുപോലെ തന്നെ അവർക്ക് ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ നമുക്കൂടെ ഓർഡർ ചെയ്ത് കണ്ടോ? നിന്റെ പ്രിയപ്പെട്ട മകന്റെ ഭാര്യ ചെയ്തത് എന്താണെന്നും നീ കണ്ടല്ലോ അല്ലേ എന്നും പറഞ്ഞ് രവി നമ്മുടെ ചന്ദ്രക്കിട്ട് നല്ലൊരു കൊട്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചയാകുമ്പോഴേക്കും നമ്മുടെ രേവതി നല്ല ഉറക്കമായിരിക്കും. സച്ചിയാണെങ്കിൽ ഓട്ടം പോയിരിക്കുകയായിരിക്കും കേട്ടോ. അവൾ ഉറങ്ങായിരിക്കും, വിളിച്ച് ശല്യപ്പെടുത്തണമെന്ന് കരുതിയിട്ട് അവൻ കോള് ചെയ്യുന്നില്ല. ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും മേടിച്ചോണ്ട് തന്നു, അത് കഴിച്ചു. ഇനി ലഞ്ചിന് എന്ത് ചെയ്യും? അവളെ ഞാൻ വിളിക്കാൻ പോവാം. ദേ, സച്ചിയെ പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ ചന്ദ്രേ, അവക്ക് എപ്പം അസുഖം മാറി അവൾ എപ്പം എഴുന്നേറ്റ് വരുന്നോ അപ്പം മാത്രം അവൾ ജോലി ചെയ്യുള്ളൂ. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. അല്ലാതെ അവളെ എങ്ങാനും പോയി വിളിച്ച് ശല്യപ്പെടുത്തി അവളുടെ വയ്യാഴിക കൂട്ടാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ നിന്നെ ശരിയാക്കുമെന്ന് അച്ഛൻ പറയാണ്. ഇത് കേട്ട് ചന്ദ്ര ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞപ്പം രവി പോയി കിടന്ന് ഉറങ്ങുന്നത് കാണുന്നുണ്ട് ചന്ദ്ര. അങ്ങനെ അവൾ വിട്ടാൽ പറ്റില്ലല്ലോ, നല്ല സുഖിച്ച് കിടക്കല്ലേ പോയി. അങ്ങനെ അവളിപ്പോൾ കിടക്കണ്ട. 2 പേരും ഭക്ഷണം പോലും കഴിക്കാതെ രാവിലെ ഇവിടെ ഇറങ്ങിപ്പോയി. അവക്കോ നല്ല സുഖമായിട്ട് പുതപ്പും പോച്ച് കിടന്നങ്ങ് ഉറങ്ങാം. അതിന് സപ്പോർട്ട് നിൽക്കാൻ ഒരു ഭർത്താവും അവളുടെ അമ്മായച്ചനും എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ നേരെ അവളുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയമാണെങ്കിൽ രേവതി നല്ല ഉറക്കത്തിലായിരിക്കും. പോയി പുതപ്പ് മാറ്റിയിട്ട് ഡി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി ചാടി എഴുന്നേക്കാണ്. എന്താടി, നിന്റെ സുഖക്കിടന്ന് മാറിയില്ലേ? അമ്മേ, എനിക്ക് നല്ല വയറുവേദനയായിരുന്നു, ഇപ്പോഴും ഞാൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയത്. നല്ല തലവേദനയുണ്ട്, നടുവേദനയുണ്ട്, എനിക്ക് ഗുളിക കഴിച്ചിട്ട് പോലും മാറിയില്ലെന്ന് പറയുമ്പോൾ മനസ്സിലായി നിന്റെ അണവൊക്കെ എന്താണെന്ന് എനിക്ക് നല്ലവണ്ണം മനസ്സിലായി. അതുകൊണ്ട് നീ മര്യാദക്ക് എഴുന്നേറ്റെന്ന് അടുക്കളയിൽ കയറിക്കോ, ഇനി ഇവിടെ കിടക്കണ്ട എന്ന് പറയുമ്പോഴേക്കും അമ്മ, എനിക്ക് തീരെ സുഖമില്ലമ്മേ, എനിക്ക് ഒട്ടും വയ്യ എന്ന് പറയുന്നുണ്ട്. എന്താടി നിനക്ക് വയ്യാത്തത്? രാവിലെ തൊട്ട് നിനക്ക് കിടക്കാള്, മര്യാദക്ക് എഴുന്നേറ്റ് വന്ന് ബാക്കി പാചകം ചെയ്യാൻ നോക്ക്. ശ്രുതിയും വർഷയൊക്കെ ഇപ്പൊ വരും, അവർക്കുള്ള
ചായയും അവർക്കുള്ള കടിയൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴേക്കും നമ്മുടെ രേവതി ചാടി എഴുന്നേക്കുന്നുണ്ട്. ദേ തള്ളേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒന്നാമത് 2-3 ദിവസമായിട്ട് ഞാൻ ആകെപ്പാടെ ടയർഡാ. ദേഷ്യവും സ്ട്രെസ്സും വിഷമവും കാരണം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ. എന്നിട്ടും ഞാൻ കടിച്ചു പിടിച്ചൊരു കിടക്കാ. രാവിലെ തൊട്ട് നിങ്ങൾ തുടങ്ങിയത് ഓരോന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടെല്ലാം. ഞാനിന്ന് ഒരു ദിവസമല്ലേ ജോലിയായിരുന്നുള്ളൂ. ഇന്ന് എനിക്ക് ചെയ്യാൻ സൗകര്യപ്പെടുത്തില്ല. മര്യാദയ്ക്ക് ഇരുന്നോണം. വേണമെങ്കിലേ പോയി വെച്ച് കഴിച്ചോണം. എന്റെ സ്വഭാവം ഇപ്പം എനിക്കെന്നെ പിടിക്കുന്നില്ല. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ നല്ല ദേഷ്യത്തിലാ. അത് ഇരട്ടിക്കരുത്. അതുകൊണ്ട് വേണമെങ്കിൽ പോയി വെച്ച് കഴിച്ചോ. ഇനി മേലാൽ എന്നെ ഒന്ന് ശല്യപ്പെടുത്തിയേക്കരുത്. ഇറങ്ങി പോവാനാ പറഞ്ഞ് എന്നും പറഞ്ഞിട്ട് രേവതി അവളെ ഓടിച്ചുവിടുന്നുണ്ട് അവിടുന്ന്. ചന്ദ്രയാണെങ്കിലോ ഇവക്കിത് എന്ത് പറ്റി, വല്ല ബാധയും കൂടിയോന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ കഥ അടിച്ചിട്ട് അവിടെ താഴേക്ക് ചെല്ലാണ്. താഴേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് നമ്മുടെ രവിനെയാണ്. രവി അവിടെ നിൽക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ പതിയെ പതിയെ സ്റ്റെയർ ഇറങ്ങി വരികയാണ്. എന്താ ആവശ്യത്തിന് മേടിച്ചു കിട്ടിയോ? അവളുടെ അഹങ്കാരം കണ്ടില്ലേ രവിയേട്ടാ? അവളെ ഞാൻ വെച്ച് ഓർപ്പിക്കില്ല. എന്നെ അവൾ വിളിച്ചത് കേട്ടോ തള്ളേന്ന്. മര്യാദക്ക് ഇറങ്ങിപ്പോയില്ലെങ്കിൽ എന്നെ അവൾ ശരിയാക്കുമെന്ന്. അവളെന്നെ എന്ത് ചെയ്യും? രവി പറയാണ്, പീരിയഡ്സിന്റെ സമയത്ത് ഓരോ പെൺകുട്ടികൾക്കും മൂഡ് സ്വിങ്സ് എന്ന സാധനമുണ്ട്. അവർക്ക് ദേഷ്യവും സങ്കടവും വിഷമവും ഒക്കെ കാണും. ഈ സമയത്ത് കുടുംബത്തിലുള്ളവരും സ്നേഹിക്കുന്നവരൊക്കെ ചേർത്ത് നിർത്താണ് വേണ്ടത്. അതിന് പോയിട്ട് ഇങ്ങനെ ഓരോ ബഹളം വെച്ചാൽ പിന്നെ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യും? അവൾ പറഞ്ഞാലേ എനിക്ക് ഒരു തെറ്റും കാണുന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മരുമക്കളുടെ വേലക്കാരിയൊന്നുമല്ല രേവതി. അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഞാനാ. സച്ചിന്റെ കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനാ ഞാൻ കൊണ്ടുവന്നത്. അല്ലാതെ നിന്റെ മരുമക്കൾക്കും മക്കൾക്കും വെച്ച് വിളമ്പാനല്ല. അത് ഓർമ്മ വേണം. എത്രയും പെട്ടെന്ന് തന്നെ അത്താഴം ഉണ്ടാക്കി ചായക്കുള്ള കടിയും ഇവിടെ നീ റെഡിയാക്കിയിരിക്കണം. അല്ലെങ്കിൽ ചന്ദ്രേ, ഇത് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും എന്ന് പറഞ്ഞിട്ട് രവി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എല്ലാം തൊലഞ്ഞു. അവളുടെ മുമ്പിൽ നാണം കിട്ടല്ലോ. അങ്ങനെ അവളെ വിട്ടാൽ പറ്റില്ല. അവക്കട്ടെ ഞാൻ നല്ലൊരു മറുപടി തന്നെ കൊടുക്കും എന്നും ചന്ദ്രൻ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും നമ്മുടെ ചാനലിലൂടെ ഇതുപോലെ ചെമ്മനീർ പൂവിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.